Hi all, Assalamualaikum. Welcome back to my channel. ഇന്ന് നമ്മൾ പുറത്ത് പോകുന്ന ഒരു ചെറിയൊരു ഗോൾഡ് വാങ്ങാനാണ് കേട്ടോ. അന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബ്രേസ്ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. ആ സെയിം ആവശ്യത്തിനാണ് കേട്ടോ പോകുന്നത്. അന്ന് എനിക്കൊന്നും ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഒന്നുകൂടെ പോയി നോക്കാം, അവിടെ അടുത്ത് തന്നെ ഒരു ഗോൾഡൻ സൂക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ അവിടെ പോയിട്ട് ഇഷ്ടമാവണമെങ്കിൽ നോക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പോയപ്പോൾ ഈ ഫസ്റ്റ് കണ്ട ഷോപ്പിൽ നിന്ന് തന്നെ എനിക്ക് ഈ ഒരു ബ്രേസ്ലെറ്റും അങ്ങനെ 2 ബ്രേസ്ലെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ബ്രേസ്ലെറ്റാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് കേട്ടോ. കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇത്ര ഹെവി എനിക്ക് ഇഷ്ടമല്ല, കാരണം എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ എനിക്ക് ഇട്ടാലും അറിയാത്ത പോലത്തെ ടൈപ്പുള്ളതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം വേറെ നോക്കിയപ്പോൾ ഇതെനിക്ക് 2 ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബ്രേസ്ലെറ്റും ഈ ഒരു പാദസരവും. ഇങ്ങനത്തെ ആകുമ്പോൾ ഞാൻ പിന്നെ ഡെയിലി യൂസ് ചെയ്യും. കുറച്ച് ഹെവി ആയ പിന്നെ ഞാൻ ചിലപ്പോൾ കുറച്ച് ദിവസം ഇട്ടതിന് ശേഷം അത് ഞാൻ ഊരി വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ശരിയെന്ന് ഇഷ്ടം യൂസ് ചെയ്യുന്ന പോലത്തെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹാങ്ങിങ്സ് വരുന്ന ടൈപ്പാണ്. ഒന്നിൽ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും പാടെ മിക്സ് ആയിട്ട് വരുന്നതാട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് രണ്ടും എടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഇട്ടു കേട്ടോ. ബ്രേസ്ലെറ്റും പാദസരവും അവിടെ നിന്ന് ഇട്ടിട്ടാണ് പോയത്. വീട്ടിൽ പോയിട്ടിടാനൊന്നും നിന്നില്ല, ഷോപ്പിൽ നിന്ന് തന്നെ ഇട്ടത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം രാത്രി കഴിക്കാൻ ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പോണതിന് മുന്നേ തന്നെ ഞാനൊരു 4-5 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വന്നതിന് ശേഷമാണ് ഈ ബാറ്ററും പൗഡറൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. പൗഡറിൽ വന്നിട്ട് മൈദയിൽ കോൺഫ്ലവറും മുളക് പൊടി ഉപ്പ് എല്ലാം പാട്ടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പീസ് എടുത്തിട്ട് ഞാൻ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്യണം കേട്ടോ. ഫുൾ കവർ ചെയ്യുന്ന പോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല എണ്ണ ചൂടാക്കിയിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചിക്കനൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സിമ്മിലിട്ട് വേവിച്ച കാരണം ഉള്ളു നല്ല ജ്യൂസി ആയിട്ടും നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മാറ്റിയതിന് ശേഷം അതിൽ തന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസും പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പൊരിക്കള്ളതുകൊണ്ട് ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മയോനൈസും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയോനൈസും ചിക്കനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു, സ്പൈസി ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.